വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, BBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം, ആൻസേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് സെക്കൻഡ് ഏത് രൂപത്തിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ടുള്ള ഫേസിംഗ് ഷീറ്റ് ഏത് രൂപത്തിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസിംഗ് ഷീറ്റ് ഫസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഫേസിംഗ് ഷീറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് ഫേസിംഗ് ഷീറ്റ് സെക്കൻഡ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് സെക്കൻഡ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരാണ്, കംപ്ലീറ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ ID കാർഡിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഒരു 10 ഡിജിറ്റ് നമ്പർ ആണ്. ആ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളിടത്ത് ബാച്ചിലർ ഓഫ് ആർട്സ് സോഷ്യോളജി, ഒന്നെങ്കിൽ സോഷ്യോളജി എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സോഷ്യോളജി എന്ന് കൊടുക്കുക. അതല്ല BA മലയാളം എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ BA മലയാളം എന്ന് കൊടുക്കുക. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ നെയിമാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നമുക്ക് വരുന്നത് സെമിസ്റ്റർ ആണ്. ഏത് സെമിസ്റ്റർ ആണെന്നുള്ള കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് സെമിസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ എന്നും, സെക്കൻഡ് സെം ആണെങ്കിൽ സെക്കൻഡ് സെം എന്നും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് കോഴ്സ് കോഡാണ്. അപ്പം നമുക്കിപ്പം ഈ ഒരു സോഷ്യോളജിയുടെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു കോഡാണ് അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കോഴ്സ് കോഡാണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു കോഡ് ഉണ്ടായിരിക്കും. അതായത് സോഷ്യോളജി പേപ്പറിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു കോഡാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വരുന്നത് കോഴ്സ് ടൈറ്റിലാണ്. ഏത് പേപ്പറാണോ നിങ്ങൾ എഴുതുന്നത് ആ ഒരു പേപ്പറിന്റെ നെയിമാണ്. ഇനിയിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പറിന്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. അതുപോലെ ലേണർ സപ്പോർട്ട് സെന്ററിന്റെ കംപ്ലീറ്റ് നെയിം എഴുതാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് വരുന്നത് ലാസ്റ്റിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ അന്നത്തെ ഡേറ്റും നിങ്ങൾ ഇടാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. അത് എക്സാം നിങ്ങളിപ്പം അസൈൻമെന്റ് റിട്ടേൺ ചെയ്തതിന് ശേഷം അതിന് മാർക്ക് ആഡ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റിലുള്ള പോർഷൻ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ റിട്ടേൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് അവിടെയൊക്കെ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും തെറ്റാത്ത രൂപത്തിൽ എല്ലാവരും കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ PDF ഫയലിലേക്ക് മാറ്റാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫോമും അതുപോലെ തന്നെ സെക്കൻഡ് ഫോമും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്